രവിമോഹൻ മുട്ടിയത് കനിഷയുടെ വാതിലിൽ പേര് പറയാതെ ആരോപണവുമായി ആർതി. നടൻ രവിമോഹന്റെ ആരോപണങ്ങൾ മറുപടിയുമായി ഭാര്യ ആർതി. കുടുംബജീവിതം തകർത്തത് മൂന്നാമതൊരാളുടെ സാന്നിധ്യമാണെന്ന് ആർതി. രവിമോഹന്റെ സുഹൃത്തും ഗായികയുമായി കനിഷ ഫ്രാൻസിസിന്റെ പേരെടുത്ത് പറയാതെയാണ് ആർതി പുതിയ കുറിപ്പിലൂടെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. അവസാനമായി പേടിയില്ലാതെ ചില സത്യങ്ങൾ തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അടുത്തിടെ നടന്ന ചില അസത്യ പ്രസ്താവനകൾ കേട്ടിട്ട് ഒരിക്കൽ കൂടി തുറന്നു സംസാരിക്കുകയല്ലാതെ മറ്റൊരു മാർഗവും ഞാൻ കാണുന്നില്ല. സത്യം എന്തെങ്കിലും പറഞ്ഞേ മതിയാവൂ. ഞങ്ങളെ തകർത്തത് ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളല്ല, മറിച്ച് പുറത്തുള്ള ഒരാളായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിന്റെ വെളിച്ചം ഞങ്ങളിലേക്ക് ഇരുട്ട് മാത്രമാണ് കൊണ്ടുവന്നത്. വിവാഹമോചനത്തിനായി കേസ് ഫയൽ ചെയ്തതിന് എത്രയോ മുമ്പ് തന്നെ ഈ വ്യക്തി ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. ഇതെന്റെ ഊഹമല്ല, തെളിവുകളുള്ള കാര്യമാണ്. ഭർത്താവിനെ അമിതമായി നിയന്ത്രിക്കുന്ന ഭാര്യയെന്ന പഴി എനിക്കുണ്ട്. പക്ഷേ എന്റെ ഭർത്താവിന്റെ സ്വഭാവ ദൂഷ്യങ്ങളിൽ നിന്ന്, ദോഷകരമായ ശീലങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ ശ്രമിച്ചത് തെറ്റാണെങ്കിൽ അത് ഞാൻ സമ്മതിക്കുന്നു. വീട് വിട്ടിറങ്ങിയത് എല്ലാ സ്ഥാവര ജംഗമ വസ്തുക്കളും അന്തസ്സും നഷ്ടപ്പെട്ടിട്ടാണെന്ന് പറഞ്ഞല്ലോ. സത്യം എന്താണെന്നോ? ബ്രാൻഡഡ് സ്നീക്കേഴ്സും മുഴുവൻ വസ്ത്രങ്ങളും ധരിച്ച് വാലറ്റും റേഞ്ച് റോവറിയും എടുത്തുകൊണ്ടു പോകാൻ ആഗ്രഹിക്കുന്ന മറ്റെല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ടാണ് അയാൾ പോയത്. ഞാൻ അയാളെ നാട് കടത്തിയതല്ല, മറിച്ച് ശാന്തമായി ബോധപൂർവം ഒരു പദ്ധതി പ്ലാൻ ചെയ്ത് അത് നടപ്പാക്കാനാണ് അയാൾ വീട് വിട്ടത്. എന്റെ പിടിയിൽ നിന്ന് ശരിക്കും രക്ഷപ്പെട്ട് ഓടുകയായിരുന്നുവെങ്കിൽ അയാൾ ഞാൻ ഉപേക്ഷിച്ചു എന്ന് പറയപ്പെടുന്ന അയാളുടെ മാതാപിതാക്കളുടെ വീട്ടിലേക്ക് പോയിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നു. പകരം ഞങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ നാശം വിതയ്ക്കുന്ന മറ്റൊരു വാതിലാണ് അയാൾ മുട്ടിയത്. 18 വർഷത്തെ കുടുംബജീവിതത്തിന് ശേഷം നിങ്ങൾക്ക് അന്തസ്സത്തോടെ വേർപിരിയാമായിരുന്നു. പകരം നിങ്ങളുടെ തെറ്റുകൾ മറയ്ക്കാൻ നിങ്ങൾ എന്നെ തീയിലേക്ക് വലിച്ചെറിഞ്ഞു. അദ്ദേഹത്തിന് സമാധാനം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ദുർബലയല്ല, സഹതാപം യാചിക്കാനല്ല ഞാനിത് എഴുതുന്നത്. ഇതിനപ്പുറം ഞാൻ ഇനിയൊന്നും പറയാനില്ല. കാരണം ഞാനിപ്പോഴും നിയമവ്യവസ്ഥയിൽ വിശ്വസിക്കുന്നു. ആർത്തിയുടെ വാക്കുകൾ.